ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് വിക്ടോറിയൻ പീരീഡിലെ ടെക്സ്റ്റ് ആൻഡ് ഇഷ്യൂസ് ഓഫ് ദ വിക്ടോറിയൻ ഏജ്, ക്ലാസ് റിലേഷൻസ്, ഈ രണ്ട് ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. വിക്ടോറിയൻ ഏജ് എന്നുള്ളത് രേഖപ്പെടുത്തുന്നുള്ളത് ക്യൂൺ വിക്ടോറിയയുടെ ഭരണകാലമായിട്ടാണ്. വാസ് എ പീരിയഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഇൻ്റലക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ഇറ്റ്സ് ലിറ്ററേച്ചർ. ഈ ഒരു വിക്ടോറിയൻ ടെക്സ്റ്റിലെ കീ തീംസ് എന്നുള്ളത് ഇൻക്ലൂഡഡ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ദ ഇവോൾവിംഗ് റോൾസ് ഓഫ് മെൻ ആൻഡ് വുമൺ. നോട്ടബിൾ ഓതേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ചാൾസ് ഡിക്കൻ, ജോർജ് ഇലിയറ്റ് ആൻഡ് ദ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഇഷ്യൂസ് ത്രോ നോവൽസ്, പോയട്രി ആൻഡ് എസ്സേസ്. തീംസ് ആൻഡ് ഇഷ്യൂസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് തീം എന്നുള്ളത്. വിക്ടോറിയൻ ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാപ്പിൾഡ് വിത്ത് ദ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബ്രിട്ടൻ, ഇറ്റ്സ് എക്കണോമിക് ബെനിഫിറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഡിവാസ്റ്റിംഗ് സോഷ്യൽ കോൺസിക്വൻസസ്. റൈറ്റേഴ്സ് ലൈക്ക് ചാൾസ് ഡിക്കൻസ് യൂസ് ചെയ്യുന്നുണ്ട് ദ വർക്ക് ടു ക്രിട്ടിക് ദ ഡിഹ്യൂമനൈസിങ് എഫക്ട്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ദ സ്റ്റാർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ വെൽത്തി ആൻഡ് ദ വർക്കിംഗ് ക്ലാസ്. സോഷ്യൽ ഇനീക്വാലിറ്റി ഈ ഒരു ഏജിൽ ഉണ്ടായിട്ടുണ്ട്. വിക്ടോറിയൻ ഇറയിൽ വിറ്റ്നസ്ഡ് എ വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ക്ലാസസ് വിത്ത് ദ റൈസ് ഓഫ് എ പവർഫുൾ മിഡിൽ ക്ലാസ് ആൻഡ് ദ കണ്ടിന്യൂഡ് പോവർട്ടി ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. മിഡിൽ ക്ലാസ്സിൻ്റെ ആ ഒരു പവർഫുൾ റൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ പോവർട്ടി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ഒരു പീരീഡിൽ. ഓതേഴ്സ് ലൈക്ക് ചാൾസ് ഡിക്കൻസ്, ജോർജ് ഇലിയറ്റ് ആൻഡ് എലിസബത്ത് ഗസ്കൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ക്ലാസ് ഡിവിഷൻസ് ആൻഡ് ദർ ഇമ്പാക്റ്റ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. വിക്ടോറിയൻ ഇറ എന്നുള്ളത് വാസ് എ പീരിയഡ് ഓഫ് ബോത്ത് റെസ്ട്രിക്റ്റീവ് ജെൻഡർ റോൾസ് ആൻഡ് ഗ്രോയിങ് ഫെമിനിസ്റ്റ് ആക്ടിവിസം. റൈറ്റേഴ്സ് ലൈക്ക് ബ്രോണ്ടെ സിസ്റ്റേഴ്സ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് the limited opportunities and expectations placed upon women, while also explore ചെയ്യുന്നുള്ള തീം എന്നുള്ളത് തീംസ് ഓഫ് ഫീമെയിൽ ഏജൻസി ആൻഡ് സെൽഫ് ഡിസ്കവറി. ഫെയ്ത്ത് ആൻഡ് ഡൗട്ട് ഈ ഒരു പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? സയൻറ്റിഫിക് ഇൻക്വയറി റൈസ് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലർലി ഡാർവിൻസ് തിയറി ഓഫ് ഇവല്യൂഷൻ. ചലഞ്ച് ചെയ്യുന്നുള്ളത് ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് നയിക്കുന്നുള്ളത് ടു എ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് ഫോർ മെനി വിക്ടോറിയൻസ്. റൈറ്റേഴ്സ് ലൈക്ക് തോമസ് ഹാർഡി ആൻഡ് മാത്യു അർണോൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ ആൻസൈറ്റീസ് ആൻഡ് അൺസർട്ടീനിറ്റീസ് ഓഫ് ദിസ് പീരിയഡ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയസ് ഡോക്ട്രൈൻസ് ആൻഡ് ഗ്രാപ്ലിംഗ് വിത്ത് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് എ മോർ സെക്യുലർ വേൾഡ്. ഇംപീരിയലിസം, ബ്രിട്ടീഷ് എംപയർ എന്നുള്ളത് എക്സ്പാൻഡഡ് സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറിങ് ദിസ് പീരിയഡ്. ആൻഡ് റൈറ്റേഴ്സ് ലൈക്ക് റൂഡിയാർഡ് കിപ്ലിംഗ് ആൻഡ് ജോസഫ് കോൺറാഡ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് കൊളോണിയലിസം, അതുപോലെ തന്നെ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ബോത്ത് ദ കൊളോണൈസേഴ്സ് ആൻഡ് കൊളോണൈസ്ഡ് ആൻഡ് ദ മോറൽ ഡിലേമാസ് ഓഫ് ഇംപീരിയൽ പവർ. നോട്ടബിൾ ലിറ്റററി വർക്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഹാർഡ് ടൈംസ്, ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ്. ജോർജ് ഇലിയറ്റിൻ്റെ ആദംബയുടെ ദ മിൽ ഓൺ ദ ഫ്ലോസ്, മിഡിൽ മാർച്ച്. ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ജെയിൻ എയർ, ചാർലറ്റ് ബ്രോണ്ടിൻ്റെ, അതുപോലെ തന്നെ വുതറിംഗ് ഹൈറ്റ്സ്, എമിലി ബ്രോണ്ടെ, ദ ടെനൻ്റ് ഓഫ് വൈൽഡ് ഫെൽ ഹാൾ, അന്ന ബ്രോണ്ടെ. തോമസ് ഹാർഡിൻ്റെ ടെസ്റ്റ് ഓഫ് ദ ഡി ഉർബർവില്ലേഴ്സ്, ദ മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ ദ ക്രൈ ഓഫ് ദ ചിൽഡ്രൻ. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ ഉല്ലീസസ്, ദ ഇഡിൽസ് ഓഫ് ദ കിങ്. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ മൈ ലാസ്റ്റ് ഡച്ചസ്, ദ റിംഗ് ആൻഡ് ദ ബുക്ക്. റൂഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ കിം. ജോസഫ് കോൺറാഡിൻ്റെ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് ഒക്കെയാണ് നോട്ടബിൾ ലിറ്റററി വർക്ക്സ്. ദിസ് ആർ ജസ്റ്റ് എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ദ റിച്ച് ആൻഡ് ഡിവേഴ്സ് ലിറ്റററി ലാൻഡ്സ്കേപ്പ് ഓഫ് ദ വിക്ടോറിയൻ പീരീഡ്. റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ഇറ്റ്സ് കോംപ്ലക്സ് ആൻഡ് ഓഫ്റ്റൻ കോൺട്രാഡിക്ടറി നേച്ചർ. Victorian era in Britain characterized by a rigid and hierarchical social structure with a strong emphasis on class distinctions. Social class included the upper class, middle class and working class, each with distinct lifestyles, values and political influence. Upper class held significant political and economic power. The working class and underclass faced marginalization and often lived in poverty. എപ്പോഴും ഈ ഒരു വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ അണ്ടർ ക്ലാസ്സൊക്കെ ഫേസ് ചെയ്യുന്നുള്ളത് മാർജിനലൈസേഷനും അതുപോലെ തന്നെ പോവർട്ടിയൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നുള്ളത്. അപ്പർ ക്ലാസ് എന്നുള്ളത് കോംപ്രൈസ്ഡ് ദ റോയൽസ്, ലാൻഡ് ഓണിങ് എലൈറ്റ്സ് ആൻഡ് വെൽത്തി ഇൻഡിവിജ്വൽസ് ഹു ലിവ്ഡ് ഓഫ് ഫാമിലി വെൽത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. power and influence. They controlled local, national and imperial politics and owned most of the land in Britain.
അവരുടെ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ദേ എൻജോയ്ഡ് എ ലക്ഷറീസ് ലൈഫ് സ്റ്റൈൽ ഓഫ്റ്റൺ റിസൈഡിങ് ഇൻ ഗ്രാൻഡ് ഹോംസ് ആൻഡ് മെയിൻറ്റെയിനിങ് ലാർജ് എസ്റ്റേറ്റ്സ്. മിഡിൽ ക്ലാസ് എടുത്തു നോക്കുകയാണെങ്കിൽ എ ഗ്രോയിങ് സെഗ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ദ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് പ്രൊഫഷണൽസ്, ബിസിനസ് ഓണേഴ്സ് ആൻഡ് ദോസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറിയൽ പൊസിഷൻസ്. പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. ദേ ഗെയിൻഡ് സിഗ്നിഫിക്കൻറ്റ് കൾച്ചർ ഇൻഫ്ലുവൻസിങ് സൊസൈറ്റിയിൽ വാല്യൂസ് ആൻഡ് മോറൽ കോഡ്സ്. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ദ ആസ്പിയർ ടു എമുലേറ്റ് അപ്പർ ക്ലാസ് ബട്ട് വിത്ത് ദർ ഓൺ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആൻഡ് ആസ്പിറേഷൻസ്, ഓഫ്റ്റൺ പ്ലേസിംഗ് എംബസിസ് ഓൺ ഫാമിലി, ഹോം ആൻഡ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. Working class എന്നുള്ളത് the majority of the population relied on wages from manual labor in industrial cities and or rural areas. They had limited political power and faced challenges in areas like employment, housing and health care. അവരൊരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിൽ എംപ്ലോയ്മെൻ്റ് ആയാലും ഹൗസിംഗ് ആയാലും ഹെൽത്ത് കെയർ ആയാലും എല്ലാ ഒരു ഏരിയയിലും ചെയ്യുന്നുണ്ട്, ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതം എന്നുള്ളത് ദർ ലീവ്സ് വേർ ഓഫ്റ്റൺ ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് ഹവേഴ്സ്, ലോ വേജസ് ആൻഡ് ഹാർഷ് ലിവിങ് കണ്ടീഷൻസ് ഇൻ അർബൻ സ്ലംസ് ഓർ റൂറൽ പോവർട്ടി. അർബൻ സ്ലംസിലൊക്കെ അവരുടെ ജീവിതം എന്നുള്ളത് ഹാർഷ് ലിവിങ് കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ ലോ വേജസ് ആയിരിക്കും, ലോങ് ഹവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അവരുടെ ജീവിതം എന്നുള്ളത്. ഇനി അണ്ടർ ക്ലാസ് എടുത്തു നോക്കുകയാണെങ്കിൽ ബിലോ ദ വർക്കിംഗ് ക്ലാസ് വാസ് ആൻ അണ്ടർ ക്ലാസ് ഓർ സംഘൻ പീപ്പിൾ വു ലിവ്ഡ് ഇൻ എക്സ്ട്രീം പോവർട്ടി. അവർ വളരെയധികം ദാരിദ്ര്യത്തിലായിരിക്കും ആൻഡ് ഓഫ്റ്റൻ സ്ട്രഗിൾ ടു ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ്. ഒരു ജോലി പോലും കണ്ടെത്താനുള്ള ആ ഒരു പോരാട്ടത്തിലായിരിക്കും അവരുണ്ടാവാറ്. ദേ വർ മാർജിനലൈസ്ഡ് ആൻഡ് വൾണറബിൾ. എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളത് ഹൈ ലെവൽസ് ഓഫ് പോവർട്ടി. അവർക്ക് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റം വരെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ രോഗത്തിൻ്റെയും സോഷ്യൽ പ്രോബ്ലംസിൻ്റെയൊക്കെ അങ്ങേയറ്റം വരെ അവർക്ക് അനുഭവിക്കേണ്ടി വരും. ക്ലാസ് റിലേഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. റിജിഡ് സോഷ്യൽ ഹൈറാർക്കി. വിക്ടോറിയൻ ക്ലാസ് സിസ്റ്റം എന്നുള്ളത് വാസ് റിലേറ്റീവ്ലി സ്റ്റെബിൾ ആൻഡ് ഓഫർഡ് ലിമിറ്റഡ് സോഷ്യൽ മൊബിലിറ്റി വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഡിസ്പാരിറ്റീസ് ഇൻ വെൽത്ത്, പവർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്നുള്ളത് വൈൽ നോട്ട് ഓൾവേസ് ഓപ്പൺലി വയലൻറ്റ്, ദർ വേർ ടെൻഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ക്ലാസ്സിൻ്റെ ഇടയിൽ ടെൻഷൻസും കോൺഫ്ലിക്ട്സും ഉണ്ടാകും. പെർട്ടിക്കുലർലി ബിറ്റ്വീൻ ദ വർക്കിംഗ് ക്ലാസ് ആൻഡ് അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്. വർക്കിംഗ് ക്ലാസ്സിൻ്റെയും അപ്പർ ക്ലാസ്സിൻ്റെയും മിഡിൽ ക്ലാസ്സിൻ്റെ ഒക്കെ ഇടയിൽ എന്തുണ്ടാവും, ആ ഒരു ടെൻഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്. ഈ ഒരു ഇറയിൽ ദ റൈസ് ഓഫ് വാരിയസ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് സച്ച് ആസ് ചാർട്ടിസ്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ദ റൈസ് ഓഫ് ട്രേഡ് യൂണിയൻസ് അഡ്വക്കേറ്റിംഗ് ഫോർ വർക്കിംഗ് ക്ലാസ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഈ ഒരു മൂവ്മെൻ്റ് ഒക്കെ എന്തിനെ വേണ്ടിയിട്ടാണ് വാദിക്കുന്നുള്ളത്? വർക്കിംഗ് ക്ലാസ് റൈറ്റ്സിനും സോഷ്യൽ ജസ്റ്റിസിനും വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.